Welcome to Shahi Effect. നവരാത്രിക്ക് പറയണ്ട ഇങ്ങനെ നവരാത്രിക്ക് ഞാൻ ബാല തിരുപുര സുന്ദരി ദേവിയുടെ ഫോട്ടോയും കൊടുങ്കല്ലരമ്മയുടെ ഫോട്ടോയും വാങ്ങിച്ച് വീട്ടിൽ വെച്ചു. അതിനുശേഷം എനിക്ക് പോസിറ്റീവ് റീചാർജ് എന്ന് പറയുന്ന ഒരു പവർ കിട്ടിയിട്ടുണ്ട്. ഈ പവർ ഫോണിലൂടെ ഒരാളെടുത്ത് സംസാരിച്ചിട്ട് അവർക്ക് എന്ത് പ്രയാസം ഉണ്ടെങ്കിൽ എന്റെ അടുത്ത് പറയുമ്പോൾ അത് പോസിറ്റീവായിട്ട് അവർക്ക് പരിഹാരമായിട്ട് ഒരു പവർ ഞാൻ കൊടുക്കുന്നുണ്ട്. അത് സ്പോട്ടിൽ അവർക്ക് അറിയുന്ന അവരുടെ വീട്ടിലേക്ക് ഫാനിന്റെ കാറ്റ് കൂടുതൽ വരും, ലൈറ്റ് പ്രകാശം കൂടും. പിന്നെ ഇത് അവരുടെ ടി വിയിലൊക്കെ ഇത് വരും. അവരുടെ പ്രശ്നം പരിഹരിച്ചെന്ന് പറയണം. ഇങ്ങനെ ഒരു 2 മാസം കൊണ്ട് ഞാൻ ശ്രമിച്ചത് വളരെ സക്സസ് ആയി. ഇത് കരമന പോലീസിന് അറിയാം, എല്ലാവർക്കും ഞാൻ കാണിച്ചു കൊടുത്ത് റോഡിലിരിക്കുന്ന ബോർഡ് കാര്യം ആ പേപ്പറിൽ പറയുന്ന എല്ലാ സംഭവവും അത് പെട്ടെന്ന് തന്നെ പരിഹാരം അവർ കിട്ടുന്നുണ്ട്. എനിക്ക് സാമ്പത്തികമായിട്ട് ഗൂഗിൾ പേയിൽ പൈസ അയക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് ഒരു അമ്പലം കെട്ടാനായിട്ട് ഞാൻ നോക്കുന്നുണ്ട്. പിന്നെ സാമ്പത്തിക സഹായമായിട്ട് ഒരുപാട് കൊച്ചുങ്ങൾക്ക് സഹായിക്കാൻ വേണ്ടി ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇത് പ്രസ് ക്ലബിൽ വന്ന് പറയണമെന്ന് എന്റെ ആഗ്രഹമാണ്. ഞാൻ പരസ്യമായിട്ട് പോകാൻ ആഗ്രഹിക്കാത്തതുകൊണ്ടാണ് വന്ന് പറഞ്ഞത്. ഇത് എത്രയും പെട്ടെന്ന് ആര് ചോദിച്ചാലും ഇതിലുള്ള സാർമാരൊക്കെ 6:30 മണി മുതൽ 10 മണിക്ക് എന്നെ വിളിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള സാർമാരുടെ വീട്ടിലുള്ള ലൈറ്റും ഇത് പ്രകാശവും പോസിറ്റീവ് പറയും. എന്ത് ചോദ്യം ചോദിച്ചാലും അതിന് ഉത്തരം എനിക്ക് പറയാൻ പറ്റും. അല്ല, ഒരുപാട് കാര്യമുണ്ട്. അത് നിങ്ങളെ വീട്ടിലിരിക്കുന്ന സംഭവത്തെ ഞാൻ പറഞ്ഞു. ഇപ്പൊ സാറിന്റെ വീട്ടിലിരിക്കുന്ന ഒരു സംഭവത്തെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ അവിടെ എന്ത് ചോദ്യം ചോദിക്കണോ ആ സംഭവം എനിക്ക് പറയാൻ പറ്റും. ഇവിടെ എത്ര ചോദ്യം ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റുന്നത് പറയാം. ഈ പോസിറ്റീവ് പറയാനായിട്ട് എല്ലാം കൂട്ടാൻ പറ്റും. 20% കൂട്ടാൻ പറ്റുന്നതേ വരുള്ളൂ. കുറയ്ക്കണതില്ല, എല്ലാം കൂട്ടുന്നതേ എനിക്ക് കിട്ടിയത്. കൂട്ടുന്നതേ കിട്ടിയത്. അതായത് അപ്പുറത്തെ ഫാൻ കിടക്കല്ലേ, ആ വേണമെങ്കിൽ ഞാൻ ഇത് കാണിച്ചു തരാം. ഞാൻ അവിടെ അത് കാണിച്ചു തരാം. അത് നമുക്ക് പുറത്തിറങ്ങി അപ്പുറത്തെ ഹാളിൽ ഫാൻ ഉണ്ട്. അത് നല്ല അതായത് പറഞ്ഞുകൊണ്ട് യാസിയുടെ ഇത് കാറ്റ് കൂടുതൽ വരും, തണുപ്പ് വരും. അപ്പൊ അതില് ഞാൻ ഇതിൽ ഇതുവരെ പ്രവർത്തിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഫലിക്കുന്നതാണ്. പിന്നെ പുറത്താണെങ്കിൽ സൂര്യന്റെ പ്രകാശം കൂട്ടാൻ പറ്റുന്നുണ്ട്. പിന്നെ ഈ ഒരു സംഭവം വെച്ച് ഇതിന്റെ അകത്തിരിക്കുന്ന ലൈറ്റ് ഒക്കെ ബ്രൈറ്റ് ആവാൻ വേണ്ടി നിങ്ങൾ കണ്ണോട്ട് നല്ല ശ്രദ്ധിച്ചോളണം. ഇത് നല്ല വെളിച്ചമാണ്. ഇതിൽ ചെറിയ വെളിച്ചം മാത്രമേ വ്യത്യാസം വരുള്ളൂ. ഇതിനകത്ത് നല്ല ബ്രൈറ്റ് ആവാൻ വേണ്ടി ഞാൻ പറയാണ്. അപ്പൊ ആ ഇതില് ഞാൻ പറയാണ്. പക്ഷെ ഇത് നിങ്ങൾക്ക് അറിയാൻ പാടായിരിക്കും, നല്ല വെളിച്ചം ഉള്ളത് കൊണ്ട്. ഇത് വേറെ ഒന്നും ദേവിയുടെ ഒരു ടൂളായിട്ടായിരുന്നു ഒരു സംഭവം. പക്ഷെ എനിക്ക് ലക്ഷക്കണക്കിന് രൂപ കിട്ടുന്നുണ്ട്. അത് ഞാൻ ആൾക്കാർക്ക് സഹായിക്കുന്നുണ്ട്. അത് ഞാൻ ഈ വാർത്ത പറയാം. ഞാൻ ഇത് കോടതിയിൽ എല്ലാം ഫയല് ചെയ്യുന്നുണ്ട്. ആൾക്കാരെ സഹായിക്കും. ആരെയും ദ്രോഹിക്കാൻ വേണ്ടി ഒന്നും ചെയ്യൂല, എല്ലാരെയും സഹായിക്കും. 16 വയസ്സ് വരുന്ന കുട്ടി, അതൊരു കൊച്ചു ദേവിയാണ്. അവിടെ ആർക്കെങ്കിലും കാണണമെങ്കിൽ എന്റെ വീട്ടില് നല്ല ദർശനമായിട്ടുണ്ട്. അവിടെ ദർശനമുണ്ട്. ആ അഡ്രസ്സിൽ എന്റെ വീട്ടിൽ ആൾക്കാർ വരുന്നുണ്ട്. ഒരുപാട് അനുഭവം കിട്ടുന്നുണ്ട്. അവിടെ വന്ന് നോക്കിയാൽ ഒരുപാട് അതിശയം നേരിട്ട് കാണാൻ പറ്റും, കാണിച്ചു തരാൻ പറ്റും. അതിൽ പറയുന്നത് കാണാൻ പറ്റും, തീർച്ചയായിട്ടും കാണാൻ പറ്റും. വന്നാൽ പറ്റും. ഞാൻ പിന്നെ എല്ലാം വലിയൊരു കൂട്ടം അവിടെ വരാതിരിക്കാൻ വേണ്ടി ഞാൻ പോലീസ് വരെ അറിയിച്ചിട്ടുള്ളതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ എന്റെ വീട്ടിന്റെ നടയിൽ വന്നാൽ മതി. സത്യം, ജഡ്ജി റോഡ്, കരമന. പഠിച്ചു വന്നതല്ല, എനിക്ക് ജ്യോതിഷം അറിഞ്ഞൂടെ, മന്ത്രം ഇല്ല, ഒന്നുമില്ല. നവരാത്രിക്ക് പൂജ വെച്ചപ്പം ഇങ്ങനെ ഉണ്ടായി ആ പോസിറ്റീവ് റീചാർജ് എന്ന് പറയുന്നത്. അതായത് അഗ്നി 1-2 പവർ ഞാൻ പറയുകയാണെങ്കിൽ കടയിൽ അകത്തിരിക്കുന്ന ലൈറ്റ് എല്ലാം പ്രകാശമാവും. ഇത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ അവിടെ വന്ന് ഞാൻ പോലീസുകാർക്കെല്ലാം കാണിച്ചു കൊടുത്തു. എല്ലാവരും എനിക്ക് അനുഗ്രഹം എന്താന്ന് പറഞ്ഞു കേട്ടാണ് എല്ലാവർക്കും കാണിച്ചു കൊടുത്ത്. വൈകുന്നേരമാണെങ്കിൽ ഈ കടയിൽ ലൈറ്റ് ഒക്കെ പുറത്തിരുന്ന് നല്ല പ്രകാശം വരുന്ന കാണിച്ചു തരാം. ഫോണിലാണെങ്കിൽ വീട്ടിന്റെ അകത്ത് പുറത്തിരിക്കും. ഇത് നല്ല പ്രകാശമാണ്. ഇത് 100% ഞാൻ കയറുമ്പോഴേ 100% ആയി കിടക്കണം. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഫോണിലാണെങ്കിൽ കുറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അതിന് എനിക്ക് പ്രകാശം കൂട്ടാൻ പറ്റും. 2 മിനിറ്റ് സംസാരിച്ച് 3-ാമത്തെ കൂട്ടെന്ന് പറയുമ്പോൾ നമ്മൾ അത് പറയുമ്പോ വരും. അതായത് അതായത് നിങ്ങളടുത്ത് ഞാൻ പറയുമ്പം അപ്പൊ ഫോണിൽ പറയുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു പവർ എനർജി തരികയാണ്. അത് വന്ന് നിങ്ങൾ കാണുന്നത് നിങ്ങൾ ആന്ന് പറയുന്നുണ്ട്. ഒരുപാട് വീഡിയോ റെക്കോർഡിംഗ് ഉണ്ട്.
ദീപാവലിക്കാണ് എനിക്ക് തിരിച്ചറിയുന്നത് ഈ പ്രകാശം കൂട്ടുന്നത്. അത് വന്നിട്ട് ഞാൻ അതുകൂടെ പറയുന്നല്ല. അത് വന്നിട്ട് ഞാൻ വന്നിട്ട് പ്രശ്നം പറയുന്നത് എന്നെ വിളിച്ചു ചോദിക്കുമ്പോൾ ഞാൻ പരിഹാരം പറയുന്നുണ്ടായിരുന്നു. അത് മംഗളം പത്രം 2012 ജോത്സ്യനല്ല. അന്നേ സിദ്ധി ഉണ്ട്. എന്റെ വീട്ടിൽ വന്ന് നോക്കിയാൽ അറിയാം. അതാ മംഗളം പത്രം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, മലയാള മനോരമ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതുണ്ട്. പക്ഷെ ജോത്സ്യനല്ല. ജോത്സ്യം എനിക്ക് അറിഞ്ഞൂടാ, മന്ത്രം അറിഞ്ഞൂടാ. പക്ഷെ ഞാൻ പറയുന്ന നിങ്ങളെ പ്രശ്നം നിങ്ങൾ പറയുമ്പോൾ പോസിറ്റീവ് എനർജി ഞാൻ കൊടുക്കുന്നതാണ് നിങ്ങൾക്ക് പരിഹാരം, അല്ലാതെ ഞാൻ ഒന്നും പറയാറില്ല. അല്ല ചേട്ടാ, നേരത്തെ ചേട്ടൻ പറഞ്ഞു ഞാനൊരു ജോത്സ്യനല്ല. ജോത്സ്യനല്ല, പ്രശ്നം അതായത് ജ്യോതിഷമായിട്ട് എനിക്കൊന്നും അറിഞ്ഞൂടാ. നിങ്ങളെ പ്രയാസം പറയുമ്പോൾ അതിന് സൊല്യൂഷൻ പറയുന്നുണ്ട്. അത് ഇന്നും പറയുന്നുണ്ട്, 35 വർഷം കൊണ്ട് പറയുന്നുണ്ട്. അതിന്റെ തെളിവ് എന്റെ വീട്ടിലുണ്ട്, വന്നാ കാണാം. പക്ഷെ ഞാൻ ജ്യോതിഷം എനിക്ക് അറിഞ്ഞൂടാ, മന്ത്രം അറിഞ്ഞൂടാ. പക്ഷെ ഞാൻ പറയുന്ന ടോണ് പ്രവർത്തിക്കുന്നുണ്ട്. അത് എന്റെ വീട്ടിൽ വന്നാലും ഞാൻ കാണിച്ചു. ലോട്ടറിയാ കയ്യിലുണ്ടെങ്കിൽ അത് തൊട്ടാ അതില് കളറ് മാറും. പക്ഷെ ലോട്ടറി അടിക്കണമെങ്കിൽ ഞാൻ അനുഗ്രഹിക്കാം. പക്ഷെ ലോട്ടറി അടിക്കണമെങ്കിൽ ഇതൊക്കെ അപ്പറ് കറങ്ങി വന്നാലേ അടിക്കുള്ളൂ. അതിനെപ്പറ്റി ഞാൻ ഒന്നും പറയുന്നില്ല. എന്തായാലും നിങ്ങൾ എന്താണെങ്കിൽ ചോദിച്ചത് എനിക്ക് പറയണം. താങ്ക്സ്. എനിക്ക് പറയാനുള്ളത് പറഞ്ഞു. കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുത്താൽ മതി. എനിക്ക് അതിൽ വേറെ ഒന്നും പറയാനില്ല. പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ ഏവർക്കും ഷാഹി ഇഫക്റ്റിന്റെ സി ഓഫ്.